വിധി കേന്ദ്രത്തിന് താക്കീതായോ എന്നുള്ളതാണ് ചോദ്യം. വിധി കേന്ദ്രത്തിന് താക്കീതാണ്. ഇത് യഥാർത്ഥത്തിൽ സ്റ്റാലിനും ആർ എൻ രവിയും തമ്മിലുള്ള ഒരു പോര്. അതിൻ്റെ അവസാനമായി ഇപ്പോൾ സ്റ്റാലിൻ്റെ ഹർജിക്ക്, തമിഴ്നാട് സർക്കാരിൻ്റെ ഹർജിക്ക് അനുകൂലമായ വിധി സുപ്രീം കോടതിയിൽ നിന്ന് വരുമ്പോഴും ഇത് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളൊക്കെ മനസ്സിലാക്കുക എന്നല്ല, അതാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക. ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി സർക്കാരും തമ്മിലുള്ള പോര്. ആ പോരിൽ ഗവർണറുടെ മുഖഭാവങ്ങൾ, അദ്ദേഹം എടുത്തിരുന്ന പ്രതികരണങ്ങൾ, അതൊക്കെ നോക്കുമ്പോൾ രാജ്ഭവൻ ഒരു കൊട്ടാരമാണെന്നും താനൊരു രാജാവാണ് എന്ന തരത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ഈ തരത്തിൽ ചാവി കൊടുത്ത് പ്രവർത്തിക്കാവുന്ന രീതിയിൽ ഗവർണർമാരെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് അയക്കുന്നു. ആ രൂപത്തിൽ കേന്ദ്രത്തിൻ്റെ കൃത്യമായ തീരുമാനങ്ങൾ നടപ്പാക്കുന്നു. ആ രൂപത്തിലും വിവിധ സംസ്ഥാനങ്ങളിലുണ്ടായിട്ടുള്ള പോര് ഏതൊക്കെ രൂപത്തിലേക്ക് വന്നിരിക്കുന്നു നമ്മൾ കണ്ടതാണ്. അത് പശ്ചിമ ബംഗാളായാലും അതെ, പഞ്ചാബ് ആയാലും അതെ, തമിഴ്നാടായാലും അതെ, കേരളവും ആയാലും അതെ. പശ്ചിമ ബംഗാളിൽ മമതയെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ച ഗവർണർക്ക് നല്ല പദവി തന്നെ കൊടുത്തു എന്നുള്ളതാണല്ലോ. പിന്നീട് രാഷ്ട്രപതിയായി അദ്ദേഹം മാറുകയാണ്, ജഗദീപ് ധൻഖർ. അപ്പോൾ അത് അവിടെ പോര് നടത്തി മമതയെ ബുദ്ധിമുട്ടിച്ചതിനുള്ള റിവാർഡാണത്. അതേ രൂപത്തിൽ തന്നെയാണ് ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാനെയും ബീഹാറിലേക്ക് അയച്ചിരിക്കുന്നത്. അതും അദ്ദേഹത്തിനുള്ള റിവാർഡാണ്. അപ്പോൾ ആ തരത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഗവർണർമാരെ അയച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിപ്പോൾ ഇനി BJP മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ് തുടങ്ങിയിട്ടുള്ളത്. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിനെ സംബന്ധിച്ച് EMS സർക്കാരിനെ താഴെ ഇറക്കിയ ഘട്ടം മുതൽ ആ രൂപത്തിൽ പോകുന്നുണ്ട്. വേറെയും ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്ന ഘട്ടങ്ങളിൽ ഗവർണർമാരെ ആ രൂപത്തിൽ കോൺഗ്രസിന് താല്പര്യമുള്ളവരെ തന്നെയാണ് ഗവർണർമാരായി നിയമിച്ചിട്ടുള്ളത്. പക്ഷേ ഇത്രയും വല്ലാത്ത രീതിയിൽ, ശ്വാസം മുട്ടിക്കുന്ന രീതിയിൽ, സംസ്ഥാനങ്ങൾക്ക് ഭരിക്കാൻ പറ്റാത്ത രീതിയിൽ ഗവർണർമാർ പ്രവർത്തിക്കുന്ന സാഹചര്യം വന്നത് BJP ഭരിച്ച ശേഷമാണ് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. ഇന്നിപ്പോൾ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന പരാമർശങ്ങളും വിധിയുമൊക്കെ വളരെ സുപ്രധാനമാണ്. ഗവർണർമാരുടെ അധികാരം നിർണ്ണയിക്കുന്ന, അധികാരത്തിൻ്റെ പരിധി നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി വിധികൾ ഇതിനകം വന്നിട്ടുണ്ട്. നാബാം റാബിയ കേസ് അത് 2016 1974 ഒരു ഉത്തരവുണ്ടായിട്ടുണ്ട്. ഷംസേർ സിംഗ് കേസ്, രാമേശ്വർ പ്രസാദ് കേസ് 2006 RA മേത്ത കേസ് 2013 ഏറ്റവും ഒടുവിലാണ് പഞ്ചാബ് ഗവർണർ കേസ്, അത് 2023. ഇതിലൊക്കെ തന്നെയും ഗവർണർമാർക്ക് എത്രത്തോളം അധികാരമുണ്ട്, അവരുടെ അധികാര പരിധി കൃത്യമായി നിർണ്ണയിക്കുന്ന വിധികളായിരുന്നിട്ട് പോലും പിന്നെയും അത് സംഭവിക്കുകയാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ ഇപ്പോൾ തമിഴ്നാട് സർക്കാരിന് കോടതിയിൽ പോകേണ്ടി വന്നത്. അതിനു മുമ്പ് തന്നെ കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട്. ഈ ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട്, പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് സ്റ്റാലിൻ. അതോടൊപ്പം തന്നെ അവരുടെ പോരിൻ്റെ സ്വഭാവം നോക്കുകയാണെങ്കിൽ ഈ സ്റ്റാലിൻ ഗവർണർ പോര് രൂക്ഷമായത് സംസ്ഥാന ഗീതം, അത് തമിഴ് തായ് വാഴ്ത്ത് എന്ന ഗാനം അത് ആലപിച്ചപ്പോൾ അതിൽ ദ്രാവിഡ എന്ന ഭാഗം ഒഴിവാക്കി. അത് ഈ ഗവർണർ വിളിച്ചൊരു ചടങ്ങായിരുന്നു, ദൂരദർശനുമായി ബന്ധപ്പെട്ടൊരു പരിപാടി. അത് ഹിന്ദി ഭാഷയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ ആ പരിപാടിയിൽ ഈ ദ്രാവിഡ എന്ന ഭാഗം ഒഴിവാക്കുന്നു. ഈ സംസ്ഥാന ഗീതം എന്ന് പറയുന്നത് മലയാളിയാണ് എഴുതിയത്. മലയാളിയായ മനോൽമണീയം P. സുന്ദരം പിള്ള രചിച്ചതാണ് ആ സംസ്ഥാനം. അത് DMK സർക്കാരാണ് സംസ്ഥാന ഗീതമായി മാറ്റിയത്, പ്രഖ്യാപിച്ചത്. അതിൽ ദ്രാവിഡ എന്ന ഭാഗം ഒഴിവാക്കി എന്നതിൽ വലിയ പ്രതിഷേധം. അന്ന് മുതലാണ് ആ പോര് തുടങ്ങുന്നത്. പിന്നീട് പല കാര്യങ്ങളിലായി ഗവർണറുമായിട്ടുള്ള പ്രശ്നം. ഇപ്പോൾ കേരളത്തിലെ പോലെ തന്നെ സമാനമായി ഈ യൂണിവേഴ്സിറ്റികളിൽ ചാൻസലർ പദവി ഗവർണർക്ക് വേണ്ട, അത് മുഖ്യമന്ത്രിക്കാക്കണം എന്നുള്ളൊരു തീരുമാനമുണ്ട്. അതടക്കമുള്ള ബില്ലുകളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കോടതിയിലേക്ക് പോയത്. ഈ 10 ബില്ലുകളാണ് നിയമമായിരിക്കുന്നത്. ഒന്ന്, തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി, മദ്രാസ് യൂണിവേഴ്സിറ്റി VC നിയമനത്തെ ചൊല്ലി ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ പോകുന്നുണ്ട്. അതടക്കം ഉള്ള ഈ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. പിന്നെ ഒന്ന് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടാണ്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്ത സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നീറ്റ് പരീക്ഷ തമിഴ്നാട്ടിൽ വേണ്ട എന്നൊരു തീരുമാനം എടുക്കുന്നു. അതും ഇപ്പോൾ നിയമമായി വരികയാണെങ്കിലും നിയമവിദഗ്ധർ പറയുന്നത് അതിനെ ഇനിയും കോടതിയിൽ പോയി ചലഞ്ച് ചെയ്യാം. കാരണം അത് കേന്ദ്രത്തിൻ്റെ തീരുമാനമല്ല. നീറ്റ് എന്നുള്ളത് കേന്ദ്ര പരീക്ഷയാണ്. അതിന്മേൽ തമിഴ്നാട് സർക്കാരിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ എന്നുള്ളത് കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ പറ്റുമായിരിക്കും. എങ്ങനെയാണെങ്കിലും ഇതൊരു സന്ദേശമാണ്. അതായത് ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാനങ്ങളുടെ ഭരണം പിടിച്ചെടുക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ഭരിക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ പിടിമുറുക്കുന്ന രീതി ഇനി നടക്കില്ല എന്ന് തന്നെ കൃത്യമായി കോടതി പറയുകയാണ്. പലപ്പോഴും നമ്മുടെ സംസ്ഥാന സർക്കാർ പോയിരിക്കുന്ന ഹർജിയിൽ പറയുന്നത് 23 മാസമായി നമ്മുടെ ബില്ലുകൾ പിടിച്ചു വെച്ചിട്ട്, അതിൽ പല ഇടുക്കി ഭൂപതിവ് പട്ടയം അടക്കമുള്ള വിഷയങ്ങൾ അവിടെ നിൽക്കുന്നു. അതിലും ഈ ചാൻസലർ പദവി എടുത്തു കളയണമെന്നുള്ള കാര്യവും അവിടെ നിൽക്കുന്നുണ്ട്. അതിലടക്കമുള്ള ബില്ലുകളാണ് ഇപ്പോൾ
പിടിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് ഇപ്പോൾ കോടതിയിൽ നമ്മൾ ചലഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന്മേൽ യഥാർത്ഥത്തിൽ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ വിധി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അതുണ്ടായില്ല. അത് സുപ്രീം കോടതി 13-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കാര്യത്തിൽ ഈ കേന്ദ്രവുമായുള്ള ഏറ്റുമുട്ടലിൽ യഥാർത്ഥത്തിൽ തമിഴ്നാട് DMK ഇതിനു മുമ്പും ഈ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ അടിയന്തരാവസ്ഥ കാലത്ത് അന്ന് ഈ അടിയന്തരാവസ്ഥക്കെതിരെ സുപ്രീം കോടതിയിലേക്ക് പോയത് ഇദ്ദേഹത്തിൻ്റെ അച്ഛനാണ്, സ്റ്റാലിൻ്റെ അച്ഛൻ കരുണാനിധിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഫെഡറലിസം സംരക്ഷിക്കാൻ വേണ്ടി തമിഴ്നാട് മുൻകൈയിൽ നടത്തുന്ന ശ്രമങ്ങളുണ്ട്. പ്രതിപക്ഷ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ഐക്യപ്പെടുത്തുക എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ മാസം നടന്നിരിക്കുന്ന സമ്മേളനം കൂടിയുണ്ടല്ലോ, ചെന്നൈയിൽ നടന്ന സമ്മേളനം, അതടക്കം നോക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു വിജയമായി കൂടിയാണ് ഇതിനെ അവർ വിലയിരുത്തുന്നത്. ഇനി ആ പദവിയിൽ RLD ഇരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അദ്ദേഹം യഥാർത്ഥത്തിൽ രാജിവെക്കുകയാണ് വേണ്ടിയിരുന്നത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികരണം ഈ ഘട്ടം വരെ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ കേരളത്തിൻ്റെ സമാനമായ കേസ് കൂടിയാണ്. അപ്പോൾ ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കും ആ വിധിയും വരിക. അപ്പോൾ മെയ് 13-ാം തീയതി അതിന്മേൽ വിധി വരുമ്പോൾ തുടർച്ചയായി ഗവർണർമാരുടെ ഈ ഇടപെടലുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്നും വളരെ സുപ്രധാനമായ തീരുമാനങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കാനുള്ള നീക്കത്തിനുള്ള തിരിച്ചടിയായിട്ട് കൂടിയാണ് അതിനെ കാണേണ്ടത്. പക്ഷേ കേന്ദ്ര സർക്കാർ അതിനെ എത്രത്തോളം എടുക്കുന്നു എന്നൊരു വിഷയമുണ്ടല്ലോ. കാരണം ഇതിനകം തന്നെ ഗവർണർമാരുടെ അധികാരപരിധി സംബന്ധിച്ച് വന്നിരിക്കുന്ന ആ വിധികളെ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്, അതൊക്കെ എന്തെങ്കിലും ഒരു പഴുതുപയോഗിച്ച് അതിന്മേൽ അധികാരം കാണിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ UPA സർക്കാരുമായി ബന്ധപ്പെട്ട് അവിടെ നിയമവ്യവസ്ഥ തകർന്നിരിക്കുന്നു എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞിട്ടും അതിന്മേലൊരു പ്രതികരണം പോലും നടത്തിയിട്ടില്ല. അതിന്മേലൊരു നടപടിയിലേക്കും പോകുന്നില്ല. അപ്പോൾ കോടതി വിധികൾക്കും മേലെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാർ സ്വാഭാവികം നടത്തും. പക്ഷേ അതിന്മേൽ പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരുമിച്ച് നിൽക്കുമോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഇപ്പോൾ ഗവർണറുടെ സംസ്ഥാന സർക്കാരുമായുള്ള തർക്കം, അത് യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട വിഷയം വന്നു കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷം അതിൽ ഏത് പക്ഷത്ത് നിൽക്കണമെന്നുള്ള കാര്യത്തിൽ കുറച്ച് ആശങ്കപ്പെട്ടിട്ടുണ്ട്. കാരണം യൂണിവേഴ്സിറ്റികളിൽ ഈ കമ്മ്യൂണിസ്റ്റുകാരെ CPM താല്പര്യമുള്ളവരെ തിരികെ കയറ്റുന്നു എന്നുള്ള വിഷയമുണ്ട്. അത് ഏത് സർക്കാർ ഭരിക്കുമ്പോൾ, UDF സർക്കാർ ഭരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ വൈസ് ചാൻസലർമാരുടെ കാര്യത്തിലൊക്കെ എടുത്തിരിക്കുന്ന ആ തീരുമാനം, അപ്പോൾ അതിൽ ഗവർണർ എടുത്ത നിലപാടിനൊപ്പം നിൽക്കണമോ എന്നുള്ള ശങ്കയുണ്ടായി. അതേസമയം ഒത്തുകളിയാണോ എന്നുള്ള ശങ്കയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രതിപക്ഷം ഒരു നിലപാടെടുത്തിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി നിൽക്കുന്നു. അപ്പോൾ ഇനി ഇങ്ങനെയൊരു ഉത്തരവ് കൂടി വന്ന പശ്ചാത്തലത്തിൽ, തമിഴ്നാടിന് അനുകൂലമായി ഒരു വിധി വന്ന പശ്ചാത്തലത്തിൽ ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാനങ്ങളെ നിയന്ത്രണം എടുക്കാനുള്ള കേന്ദ്രത്തിൻ്റെ ശ്രമം എന്നുള്ളതിൽ കോൺഗ്രസ് കൂടി കുറച്ചുകൂടി വ്യക്തമായ പ്രതികരണം നടത്തുമോ എന്നുള്ളതും കൂടി അറിയേണ്ടതുണ്ട്. ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അഹമ്മദാബാദിൽ അവിടെ സമ്മേളനം നടക്കുകയാണ്. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണമൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. സംസ്ഥാനത്തിന് വലിയ പ്രതീക്ഷയാണ് 13-ാം തീയതി നമുക്ക് അനുകൂലമായ ഒരു വിധി വരും എന്നുള്ളത്. ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പ്രതികരണവും ചിലപ്പോൾ ബീഹാറിൽ നിന്ന് ഒരുപക്ഷെ ഉണ്ടായേക്കാം. അതും നമ്മൾ കേരളം കാത്തിരിക്കുന്ന ഒരു പ്രതികരണം തന്നെയാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഏതായാലും വിധി കേന്ദ്രത്തിനുള്ള താക്കീതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. Meet the editors.